മലയാളി യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കാനഡയുടെ തന്നെ റിക്രിയേഷണൽ ക്യാപിറ്റലായ സ്ക്വാമിഷിലാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബിയർ ബ്രൂവറിയാണ്. നമ്മൾ ബിയർ കുടിക്കാറൊക്കെ ഉണ്ട്, അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ചെറിയൊരു ബ്രൂവറി കാനഡയിലെ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ആൾക്കാർക്ക് ചെറിയ തോതിൽ ബ്രൂ ചെയ്യാനായിട്ട് ബിയർ ഉണ്ടാക്കാനായിട്ട് ഉള്ള അനുമതിയുണ്ട്. അപ്പം അതുപോലത്തെ ചെറിയൊരു ബ്രൂവറിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം സ്ക്വാമിഷിലെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പം ഇന്ന് സ്ക്വാമിഷിലെ ഈ ഒരു ബ്രൂവറിയിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഒരുപാട് ആളുകൾ കാനഡയിൽ താമസിക്കുന്നവർ അവരൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടുള്ളതാണ് വിസിലർ കാണണമെന്ന്. അപ്പം വിസിലർ എന്ന് പറയുന്നത് സ്ക്വാമിഷിൽ നിന്ന് ജസ്റ്റ് 50 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ബ്രാഡൻ എന്ന കനേഡിയൻ സുഹൃത്ത് എന്നെ കൊണ്ടുപോയത് ഒരു സ്റ്റോറേജ് മുറിയിലേക്കാണ്. ബിയർ നിർമ്മിക്കുന്നതിനാവശ്യമായ ധാന്യങ്ങൾ കാണിച്ചു തരികയായിരുന്നു അദ്ദേഹം. കാനഡയിൽ ഏറ്റവും പ്രചാരമുള്ള ബാർലിയാണ് മാൾട്ട്. മാൾട്ടും ചോക്ലേറ്റും ഒക്കെ ചാക്ക് കണക്കിന് അടുക്കി വെച്ചിരിക്കുന്ന ധാന്യപ്പുരയാണിത്. മാൾട്ട് മെഷീനിലേക്കിട്ട് പൊടിയാക്കി താഴെയുള്ള ടാങ്കിലേക്ക് പോകുന്നു. ഈ പ്രോസസ്സ് മാഷിംഗ് എന്നാണ് പറയുന്നത്. കൂട്ടനിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ നെൽസണിലാണോ എന്ന് മറുചോദ്യം. അപ്പോൾ പിന്നെ ഞാനും ഹാപ്പി. അത് കാസ്ലഗറാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പുള്ളിക്കും സന്തോഷമായി. ഈ കാണുന്നത് ചോക്ലേറ്റ് മോൾട്ടുകളാണ്. എനിക്ക് രുചി നോക്കാനായിട്ട് അത് തന്നിട്ട് എന്നോട് കുശലം ചോദിക്കുകയായിരുന്നു ബ്രാഡൻ. താഴേക്കുള്ള അടുത്ത യൂണിറ്റിലെത്തി. അടുത്ത പ്രോസസ്സ് ഇവിടെയാണ് നടക്കുന്നത്. ഈ കാണുന്ന പ്രോസസ്സിംഗ് ടാങ്കിൽ മോൾട്ട് പൊടിച്ചതും വെള്ളവും ചേർന്ന് മിക്സ് ചെയ്ത് 100 ഡിഗ്രി സെൽഷ്യസിൽ തിളപ്പിക്കുന്നു. ചൂടുകൂടി മോൾട്ടിൻ്റെ പുറമേ ഉണ്ടായിരുന്ന തോടുകൾ വെള്ളത്തിനടിയിലേക്കും മോൾട്ട് ഷുഗർ അല്ലെങ്കിൽ സ്റ്റാർച്ചായി മാറുകയും ചെയ്യുന്നു. ഏതൊരു ആൽക്കഹോളിൻ്റെ ബേസിക്കാണല്ലോ ഷുഗർ. ഷുഗർ സൊല്യൂഷന് വേർട്ട് എന്ന് പറയുന്നു. ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയി കിട്ടുന്ന സ്പെൻഡ് ഗ്രെയിൻസ് അഥവാ അതിന് പുറമേ ഉണ്ടായിരുന്ന ആ തോടുകൾ കാറ്റിൽ ഫുഡായിട്ട് ഉപയോഗിക്കുന്നു. ഇതിനിടയിൽ ബ്രാഡൻ എന്നെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് പെല്ലറ്റ്സ് പോലുള്ള ഒരു സാധനം കയ്യിലേക്ക് തന്നു. മണത്ത് നോക്കാനായിട്ടാണ് അദ്ദേഹം എനിക്ക് തന്നത്. ഇതിനെ ഹോപ്പിങ്സ് എന്നാണ് പറയുന്നത്. ഹോപ്പ് എന്ന് പറയുന്ന ഈ സാധനമാണ് മണം, രുചി, കയ്പ് ഇവ ബിയറിന് പകരുന്നത്. ബിയറിൻ്റെ മണവും രുചിക്കുമൊക്കെ ചേർക്കുന്ന പദാർത്ഥങ്ങളാണ് ഇവയൊക്കെ. അവിടെ നിന്നും അടുത്ത ടാങ്കിലേക്ക് ഈ ലായനി മാറ്റുകയും സ്റ്റെബിലൈസർ ഉപയോഗിച്ച് 25 ഡിഗ്രിയിലേക്ക് താപനില താഴ്ത്തുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഫെർമെൻറ്റേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. അതിനായി നോർമലി നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ഈസ്റ്റ് ഇട്ട് ഫെർമെൻറ്റേഷന് വിധേയമാക്കുന്നു. ഫെർമെൻറ്റേഷൻ നടന്നു കഴിയുമ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്റ്റായി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ബിയറിനെ ഗ്രീൻ ബിയർ എന്നാണ് പറയുന്നത്. ഫിനിഷിംഗ് ഇല്ലാത്ത ബിയറാണിത്. കാർബൺ ഡൈ ഓക്സൈഡും ആൽക്കഹോളും വേർതിരിഞ്ഞ് ലഭിക്കുന്ന ഈ പ്രക്രിയ ഫെർമെൻറ്റേഷന് ശേഷമാണ് നടക്കുന്നത്. ഈ ആൽക്കഹോളിൻ്റെ പ്യൂരിറ്റി വർഷങ്ങളോളം നിലനിൽക്കുന്നതായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. ഈ കാണുന്ന വലിയ ടാങ്കിലേക്ക് ഇത് മാറ്റുന്നു. ഇങ്ങനെ ഒരു ദിവസം 3 ടാങ്ക് നിറയ്ക്കാനുള്ള ബിയറാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഗ്രീൻ ബിയറിൻ്റെ ഫിനിഷിംഗ് അതിൻ്റെ കാർബണേഷനും രുചിയും മണവും എല്ലാം ക്രമീകരിക്കുന്നതിലാണ്. ആ പ്രക്രിയയാണ് ഇവിടെ അദ്ദേഹം ചെയ്യുന്നത്. ഒരു ചെറിയ ബാരൽ ബിയർ കുലുക്കി നോക്കി മിഷൻ വെച്ച് അതിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ക്രമീകരിക്കുകയാണ് അദ്ദേഹം ഇവിടെ. ഒരാഴ്ച മുതൽ 3 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന സെല്ലേഴ്സ് എന്ന പ്രോസസ്സും ഇതിൻ്റെ ഭാഗമാണ്. കാനഡ പോലുള്ള രാജ്യങ്ങളിൽ വെള്ളത്തിനെക്കാട്ടിലും വിലക്കുറവ് കടകളിൽ ബിയറിനാണ്. മാത്രവുമല്ല എല്ലാ ഹോട്ടലുകളിലും ഫുഡിൻ്റെ ഒപ്പം ബിയർ വിളമ്പാനുള്ള ലൈസൻസുമുണ്ട്. ഒരു മൈക്രോ ബിസിനസ് എൻ്റർപ്രണർഷിപ്പ് ആയി കാനഡയിലെ വിവിധ നാടുകളിൽ ബിയർ ബ്രൂവറി സാധ്യമായത് അതിനാലാണ്. പ്രൈവറ്റായിട്ട് ബിയർ ബ്രൂവറി നടത്താനുള്ള അനുവാദവും ഗവൺമെൻറ് നൽകുന്നതിന് കാരണം അതാണ്.
ഫാക്ടറിയോട് ചേർന്ന് തന്നെ ഇവരുടെ തന്നെ ഒരു പബ്ബും നമുക്ക് കാണാവുന്നതാണ്. അവർ നിർമ്മിക്കുന്ന ബിയറും അതോടൊപ്പം തന്നെ ഭക്ഷണവും ഇവിടെ വിൽക്കപ്പെടുന്നു. അപ്പം ബിയർ കുടിക്കുന്നവരൊക്കെ നമ്മളെപ്പോലെ ബിയർ കുടിക്കുന്നവരൊക്കെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെയാണ് നോർമലി ബിയർ ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ചെറിയൊരു ബ്രൂവറിയാണ്. ഈ സ്ക്വാമിഷിൻ്റെ വിവിധ ഭാഗങ്ങൾ അല്ലെങ്കിൽ മാക്സിമം വാൻകോർ വരെയൊക്കെ ഇവരുടെ പ്രോഡക്റ്റ്സ് ചെല്ലാറുണ്ട്. അല്ലെങ്കിൽ വിസിറ്റർ അവിടെയൊക്കെ ഇവരുടെ പ്രോഡക്റ്റ് ഇവർ കൊടുക്കാറുണ്ട്. അപ്പം ചെറിയൊരു മൈക്രോ ബ്രൂവറി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലുള്ളൊരു ബിസിനസ്സാണ് ഇവർ ചെയ്യുന്നത്. ഏകദേശം 16 ടൈപ്പ് ബിയർ ഇവർ ഈ ചെറിയ ഫാക്ടറി തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച്, അപ്പം അവർ ഏതാണ് ഒരു ബ്രാൻഡ് ഒരു ടൈപ്പ് ബിയർ 3 ദിവസം ഉണ്ടാക്കും, ഒരു 3 ദിവസം എടുത്താണ് ചെയ്യുന്നത്. അങ്ങനെ അവർ ടോട്ടൽ ഇവിടെ ചെയ്യുന്നത് 16 പ്രോഡക്റ്റ്സ് ആണ്. അപ്പം ഏകദേശം 1.5 മാസം എടുക്കും എല്ലാ പ്രോഡക്ട്സും ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരു ബിയർ പ്രോസസ്ഡായിട്ട് പുറത്തു വരാനായിട്ട് ഏകദേശം 2 ആഴ്ച എടുക്കുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ഒരു ബിയർ എത്തുന്നത്. അപ്പം മലയാളി യാത്രയുടെ മറ്റൊരു അധ്യായത്തിൽ പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.